അപ്പം ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഗ്ലോബൽ ഹാപ്പനിങ്സ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ റഷ്യ, ഉക്രൈൻ, യൂറോപ്പ്, നാറ്റോ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ലിത്വാനിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഫിൻലാൻഡിൻ്റെ അടുത്ത്, ബെലാറസിൻ്റെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ലിത്വാനിയ. ഈ ലിത്വാനിയയിൽ മിലിറ്ററി പ്രാക്ടീസ്, അതായത് എയർഫോഴ്സ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ പോളണ്ടിൻ്റെ മുകളിലേക്ക് റഷ്യയിൽ നിന്നും ഡ്രോൺ വന്നു എന്നുള്ളൊരു ആരോപണത്തിനെ തുടർന്ന് ആ മേഖലയിൽ കുറച്ച് ടെൻഷനുണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഇതുവരെ സമാധാനമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. ആ ടെൻഷൻ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളണ്ട് നിരന്തരം പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അതിൽ പല കോമഡി സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ട്. അത് കോമഡിയാണോ സീരിയസ് ആണോ എന്നുള്ളത് ഉക്രൈനിലെ സെലൻസ്കിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം വേറെ ഒന്നല്ല, ഉക്രൈനിലെ സെലൻസ്കി പല രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പും ഈ പോളണ്ടും ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് റഷ്യക്കെതിരെ നമ്മൾ എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണം, സംതിങ് വി ഹാവ് ടു ഡു ബിഗ്ഗസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാസീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റഷ്യയെ ഞെട്ടിപ്പിക്കണം, എന്നാൽ മാത്രമേ റഷ്യയെ അഥവാ പുടിനെ ഒരു ടേബിളിൽ കൊണ്ടുവരാൻ പറ്റൂ എന്നാണ് സെലൻസ്കി പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ രണ്ട് രാജ്യങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളിൽ ഒരെണ്ണം പോളണ്ട്, മറ്റൊന്ന് ഫിൻലാൻഡ്. ഫിൻലാൻഡ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഏതാണ്ട് 10% ഞങ്ങളുടെ സ്ഥലം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫിൻലാൻഡ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആകുന്ന കാലഘട്ടത്തിൻ്റെ സ്റ്റോറിയാണ് അവർ പറയുന്നത്. അതുപോലെ ഒരു അവസ്ഥ ഉക്രൈന് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫിൻലാൻഡ് പറയുന്നത് ഉക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊന്നും തന്നെ ഉക്രൈൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊരു നിലപാട് ഫിൻലാൻഡിനുള്ളതായിട്ട് ഫിൻലാൻഡ് പറയുന്നത്. അന്ന് ഏതാണ്ട് ഫിൻലാൻഡിനും ഇതേ അവസ്ഥ തന്നെയാണ്, തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഉക്രൈനിലും ഈ നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇത്രയും രാജ്യങ്ങൾ ചേർന്നിട്ടും ഈ 4 പ്രൊവിൻസുകൾ, അതായത് ഈ ലുഹാൻസ്ക്, അതായത് ഡോണസ്ക്, അതായത് ഈ ഡോൺബോസ് റീജിയൻ, ലുഹാൻസ്ക്, ഡോണസ്ക്, സെബ്രോഷിയ, അതുപോലെ തന്നെ കേഴ്സൺ, പിന്നെ ക്രൈമിയ ഓൾറെഡി തന്നെ റഷ്യ ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ ഇത്തരം പോർഷൻസ് തന്നെ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ ഈ സൈഡിൽ. അപ്പോൾ അങ്ങനത്തെ റഷ്യക്ക് മാസീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പോളണ്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പോളണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ചെയ്യൂ ഉക്രൈൻ, പോളണ്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഉക്രൈൻ്റെ ചില പ്രൊവിൻസുകളുണ്ടല്ലോ, ഒരു 3-4 പ്രൊവിൻസുകൾ, അത് പോളണ്ടിന് അങ്ങ് തന്നേക്കൂ. അപ്പോൾ അത് പോളണ്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ റഷ്യ അതിലേക്ക് ആക്രമണം ചെയ്യില്ലല്ലോ. പോളണ്ടിൻ്റെ പ്രൊവിൻസുകളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലീവ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ലീവ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ മാപ്പിൽ കാണിക്കാം. ഈ ലീവ് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പോളണ്ടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇതൊക്കെ പോളണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലീവിലേക്ക് എത്രയോ തവണ റഷ്യ ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ലീവിലേക്ക് ഡ്രോൺ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുക? ഇത് പോളണ്ടിൻ്റെ സ്ഥലമായിട്ട് വിലയിരുത്തപ്പെടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താനാവും എന്നാണ് പോളണ്ട് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയുണ്ട്? ചുളിവിൽ കുറച്ച് സ്ഥലം അടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് പോളണ്ട് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിനും ഫ്രാൻസിനും UK-ക്കും ഈ മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾക്ക് എല്ലാം കൂടി ചേർന്നിട്ട് ഈ ഉക്രൈന് വീതം വെക്കണം. ട്രംപ് ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കരാറൊക്കെ ഒപ്പിട്ടത് ഒട്ടും താല്പര്യമുള്ള കേസല്ല. പല പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ട്. അത് എന്നാണ് പൊട്ടിത്തെറിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടത്. ഉക്രൈൻ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നത് നമുക്കറിയത്തില്ല. ഉക്രൈൻ്റെ ബഡ്ജറ്റിൽ 29.22% ഡിഫൻസിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അവരുടെ എൻ്റെ GDP-യിൽ നിന്ന് 30% ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് ഉക്രൈൻ തള്ളപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നഷ്ടമാണ്. ശരിക്കും ഈ ഒരു പൈസ ആ രാജ്യത്തിലുള്ള ജനങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെലവാക്കേണ്ട പൈസയാണ് ഇങ്ങോട്ട് വകയിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് യൂറോപ്പിലെ മറ്റുള്ള രാജ്യങ്ങൾ ആരും തന്നെ 2.5% മേളിൽ അവരുടെ GDP-യിൽ നിന്നും നീക്കിയിരിപ്പ് ചെയ്യുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ലിത്വാനിയയുടെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് ബെലാറസും അവരുടെ അഭ്യാസം അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ബെലാറസ് റഷ്യയുടെ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ, റഫേൽ ഫൈറ്റർ ജെറ്റിനെ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ആർസണൽസ് ഇതിൽ നിന്നും ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള എക്സസൈസ് ഒക്കെ നടത്തി കാണിച്ചിട്ടുണ്ട്. റഷ്യ മാത്രമല്ല ആണവായുധം ഡിപ്ലോയ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള രാജ്യം ഞങ്ങളെടുത്തുമുണ്ട്. ഞങ്ങൾ വിചാരിച്ചാലും ഞങ്ങളും ആണവായുധം കൊണ്ട് ഇടും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുന്ന പോലെയല്ല, യൂറോപ്പ് മേഖലയിൽ റിയലി ടെൻഷൻ ഇച്ചിരി ഹൈ മൗണ്ടഡ് തന്നെയാണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് റഷ്യക്കുള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ, ഞാനിതൊരു മാപ്പ് കാണിക്കാം. ഇതിൽ നിങ്ങൾ നോക്കിയോ, യെല്ലോ ഡോട്ട് കാണിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെയും റഷ്യയുടെ ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉക്രൈൻ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് നടത്തുന്ന ആക്രമണമാണ്. റഷ്യ കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് ഉക്രൈൻ്റെ ഉള്ളിലേക്ക് അത്ര മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ തവണ ഒരു 800 ഡ്രോൺ ആക്രമണമാണ് റഷ്യ ഏറ്റവും മാസീവായിട്ട് നടത്തിയത്. അതിനുശേഷം കുറച്ച് ലോ വോളിമിലാണ് ആക്രമണങ്ങൾ തുടരുന്നത് റഷ്യ.
പക്ഷേ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഇതിൽ റഷ്യ ഇച്ചിരി ആക്രമണങ്ങളുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ ഉക്രൈൻ തിരിച്ചടിയാണ് നടത്തുന്നത്. ആ സാഹചര്യത്തിൽ മാസീവായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, റെഡ് കളറിൽ ഡോട്ട് ഇട്ട് റൗണ്ട് ചെയ്തിരിക്കുന്ന അത്രയും സ്ഥലങ്ങളിലെല്ലാം തന്നെ ഉക്രൈൻ കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഞാൻ കാണിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ അറ്റാക്ക് ചെയ്യപ്പെട്ട ഡോട്ടുകളിലൊക്കെ എന്തൊക്കെ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്, എത്ര ഓയിൽ റിഫൈനറികളാണ് എന്നുള്ളതെല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് ഇവിടെ സ്ക്വയർ ബോക്സിൽ ആരോ മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഇതാണ് റഷ്യക്കുള്ളിൽ ഉക്രൈൻ നടത്തുന്ന അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ. ശരിക്കും എന്താണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഉക്രൈനും ഇവരെല്ലാം പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞാൽ റഷ്യയുടെ എനർജി സോഴ്സ് തകർക്കുക. അതാണ് അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം. അത് തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് മിലിറ്ററി ബേസുകൾ, ഈ ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന, ഡ്രോൺ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ അടിച്ച് തകർക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ അങ്ങനെ മാസീവ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് അറ്റാക്ക് നടത്തി റഷ്യയെ ടേബിളിലേക്ക് വരുത്താം എന്ന ഒരു ഓപ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റഷ്യയുടെ സൈഡിൽ നിന്നും. എന്താണ്, മോസ്കോയിൽ വന്ന് സെലൻസ്കി പുടിനെ കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മാപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ കാണിക്കുന്ന ആരോ മാർക്കിൽ മോൾഡോവ. ഈ മോൾഡോവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇലക്ഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇലക്ഷൻ പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇതിനെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കാം എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ ഇപ്പോൾ ഇത് പുതുതായിട്ട് ഒരു രാജ്യമായിട്ട് ഇപ്പം സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ഈ മോൾഡോവയ്ക്ക്. അവിടെ മിയ സന്തു എന്ന് പറഞ്ഞ ഒരു ലേഡി അവിടെ മത്സരിക്കുന്നുണ്ട്. അവരാണ് യൂറോപ്യൻ യൂണിയന് താല്പര്യ കക്ഷി, മിയ സന്തു. ഈ മിയ സന്തു വിജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ, യൂറോപ്പ് ഹാപ്പിയാണ്. എന്തായിരിക്കും പറയുക, യൂറോപ്പിന് കിട്ടിയ ഏറ്റവും വലിയ സക്സസ് ആണ്, മിയ സന്തു യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കും, മോൾഡോവയെ യൂറോപ്യൻ യൂണിയനിൽ ചേർക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മിയ സന്തു ഫെയിലിയർ ആയി കഴിഞ്ഞാൽ, തോറ്റു കഴിഞ്ഞാൽ, പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യൂറോപ്യൻ യൂണിയൻ പറയും റഷ്യൻ ഇൻഫ്ലുവൻസ് കൊണ്ട് ഈ ഇലക്ഷൻ ജെന്യൂൻ ആയിട്ടല്ല നടന്നത്, ഈ ഇലക്ഷൻ ഇൻവാലിഡ് ആണ് എന്ന് വരുത്തി തീർക്കും. അപ്പോൾ വിജയിച്ചാൽ അതായത് യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ് ആയ മിയ സന്തു വിജയിച്ചു കഴിഞ്ഞാൽ നല്ല ഇലക്ഷനാണ്, ജെന്യൂൻ ആയിട്ടാണ് നടന്നത്. അതെല്ലാം മറിച്ചാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന് പ്രഖ്യാപിക്കും. ഈ രണ്ടിലൊരു കാര്യം അവിടെ നടക്കും. പക്ഷേ മെജോറിറ്റി സർവേയിൽ ഈ മിയ സന്തു എന്ന് പറഞ്ഞ ഈ ലേഡിക്ക് മെജോറിറ്റി കുറവാണെന്നാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരു സൈഡിൽ നിൽക്കെ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട്, സാർ എന്തുകൊണ്ട് നമ്മൾ റഷ്യക്ക് മേളിൽ സാങ്ഷൻ ഇട്ടുകൂടാ, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ സാങ്ഷൻ ഒന്നും ഇടാൻ പോകുന്നില്ല, സാങ്ഷൻസ് ഒക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, ആദ്യം യൂറോപ്യൻ യൂണിയൻസ്, ഞാനിപ്പോൾ കണക്കൊക്കെ എടുത്ത് നോക്കിയായിരുന്നു, വളരെ ഭീമമായ രീതിയിൽ അത് വൻതോതിലാണ് യൂറോപ്യൻസ് റഷ്യ എടുത്ത് ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് തേർഡ് പാർട്ടി ത്രൂ ആയിക്കോട്ടെ, മൊറോക്കോ ത്രൂ, ഇന്ത്യ ത്രൂ, വൻതോതിലാണ് ഇവർ എണ്ണ മേടിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന്. ആദ്യം അവരാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. ലെറ്റ്സ് യൂറോപ്പ് ഡിസൈഡ് ടു സാങ്ഷൻ റഷ്യ ഫസ്റ്റ്. എന്നിട്ട് അവർ ചൈനയ്ക്ക് മേളിൽ സാങ്ഷനോ എന്തെങ്കിലും ഇടട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. അല്ലാതെ അമേരിക്ക മാത്രമായിട്ട് ഒരു സാങ്ഷൻ ഇടുന്നത് കൊണ്ടോ ഒരു താരിഫ് ഉയർത്തുന്നത് കൊണ്ടോ ഒരു രീതിയിലുള്ള പ്രത്യേകതയും അതിനകത്ത് സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ട്രംപ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഇന്ത്യക്കും കൂടി ബാധകമാണ്. എന്നാൽ ആശാൻ ഇന്ത്യക്ക് താരിഫ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാർ ചൈനയ്ക്ക് ഓൾറെഡി നിങ്ങൾ താരിഫ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ വെച്ചാൽ അതുകൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടായിട്ടുണ്ട്, വി മേഡ് ലോട്ട് ഓഫ് മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മണി ഉണ്ടായെന്നുണ്ടെങ്കിൽ സോ ഇത് ആരാണ് പേ ചെയ്തിരിക്കുന്നത് ഈ മണി? ചൈനയാണോ അല്ലെങ്കിൽ അമേരിക്കൻസ് ആണോ? ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഈ പൈസ പേ ചെയ്തിരിക്കുന്നത് അമേരിക്കൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ ഇത്രയും താരിഫ് ഇട്ടിട്ടും സർക്കാരിന് ഇത്രമാത്രം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ചൈനയിൽ നിന്നും അമേരിക്ക ഇറക്കുന്ന സാധനങ്ങളുടെ അളവ് ചെറിയ തോതിലേ കുറഞ്ഞിട്ടുള്ളൂ. വൻ വരുമാനം ഖജനാവിന് കിട്ടുന്നെങ്കിൽ പിന്നെ ഇറക്കുമതി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇമ്പോർട്ട് കൂടുതൽ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പണപ്പെരുപ്പം അമേരിക്കയുടെ ഉള്ളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ബ്രസീൽ അമേരിക്കൻ സാധനങ്ങൾക്ക് കൊടുത്തിരുന്ന താരിഫ് തീരുവ റദ്ദാക്കി. ഓക്കെ, അതേസമയം കാനഡയും ഇതിനു മുമ്പേ റദ്ദാക്കിയിട്ടുണ്ട്, മെക്സിക്കോയും റദ്ദാക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റ് നമ്മൾ റീകോൾ ചെയ്യേണ്ടത്. എന്താണ്, ഈ താരിഫ് കൊണ്ട് അതാത് സ്വന്തം രാജ്യത്തിലുള്ള സിറ്റിസൺസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അത് തന്നെയാണ് സംഭവം. ഇപ്പം നമ്മൾ വിചാരിക്കും അമേരിക്കയ്ക്കെതിരെയുള്ള താരിഫ് മാറ്റിക്കൊണ്ട് അമേരിക്കയുമായിട്ട് നയതന്ത്ര തലത്തിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. ബ്രസീലിലെ ജനങ്ങൾ ഈ താരിഫ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രൊഡക്ഷനെതിരെയുള്ള താരിഫ് ബ്രസീലിലെ ലുല എടുത്ത് മാറ്റുന്നത്. കാനഡയിലും സെയിം അവസ്ഥയാണ്. കനേഡിയൻസ് ആർ നോട്ട് വില്ലിംഗ് ടു പേ ദ താരിഫ്. അതുകൊണ്ടാണ് അമേരിക്കയുടെ മേലിലാണ് കാനഡ താരിഫ് ഇടുന്നെങ്കിലും അത് പേ ചെയ്യേണ്ടത് സ്വന്തം രാജ്യത്തെ സിറ്റിസൺ ആണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നത്. ഈ എക്സാമ്പിളൊക്കെ ശരിക്കും അമേരിക്കയ്ക്ക് ഒരു പാഠമാണ്, ട്രംപിനൊരു പാഠമാണ്. എന്തുകൊണ്ട് കാനഡ ഒരു രീതിയിലുള്ള നയതന്ത്ര ചർച്ചകളൊന്നും തന്നെ ഇടപെടാതെ താരിഫ് എടുത്ത് മാറ്റുന്നത്? ട്രംപ് അപ്ലൈ ചെയ്ത് താരിഫ് എടുത്ത് മാറ്റിയിട്ടില്ലല്ലോ. ബ്രസീൽ എന്തുകൊണ്ട് എടുത്ത് മാറ്റുന്നത്? മെക്സിക്കോ എന്തിനാണ് റെഡിയാവുന്നത്? ഇതൊക്കെ ട്രംപിന് കൊടുക്കുന്ന ഒരു ഹിന്റാണ്. ട്രംപിന് വേണമെങ്കിൽ ഇപ്പം താരിഫുകളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടു പോവാം.
അല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഈ താരിഫ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവരുടെ രാജ്യത്ത് അമേരിക്കയ്ക്കെതിരെയാണ് താരിഫ് ഇടുന്നെങ്കിലും ബ്രസീലിൽ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെയാണ് താരിഫ് ഇടുന്നെങ്കിലും കാനഡയിൽ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരാണ് താരിഫ് ഇടുന്നെങ്കിലും മെക്സിക്കോയിൽ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ താരിഫ് എടുത്ത് മാറ്റുന്നത്. ചൈനയ്ക്ക് വലിയൊരു ത്രെട്ട്. ചൈന എടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നേക്കൂ. 170 മില്യൺ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഈ ടിക്ടോക്ക് അമേരിക്കയുടെ ഉള്ളിൽ. സോ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ടിക്ടോക്ക് ഞങ്ങൾക്ക് തന്നേക്കൂ, ചൈനയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പറഞ്ഞു തീർക്കാം എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾ ഒരു മോഡൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ശ്രമിക്കുക. അതിലുപരിയായിട്ട് ഈ പണ്ടൊക്കെ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് ഗുണ്ടകൾ വന്നിട്ട് നീ ഒപ്പിട് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ തട്ടിക്കളയും എന്ന് പറയുന്ന കണക്ക് അതേ കോമഡിയാണ് ട്രംപ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെയാണോ ഒരു കമ്പനി മേടിക്കാൻ വേണ്ടിയിട്ട് ഡീൽ ചെയ്യേണ്ടത്? കവലച്ചട്ടമ്പികളെക്കാളും മോശപ്പെട്ട രീതിയിലാണ് ട്രംപിന്റെ ആ ഒരു ബിസിനസ് ഡീല് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തി നെതന്യാഹുമായിട്ട് സംസാരിച്ചു. പല രീതിയിലുള്ള ഡിസ്കഷൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും ട്രംപ് ഞാൻ ഖത്തറിന് പൂർണ്ണ സപ്പോർട്ടാണ്, ഇസ്രായേൽ ഞങ്ങളുടെ പാർട്ണർ ആണെങ്കിൽ തന്നെയും ഇസ്രായേൽ ചെയ്തത് ശരിയല്ല എന്നുള്ള നിലപാടാണ് അമേരിക്കയുടേത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഖത്തറിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഖത്തറിന് സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണമുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, 170 ബോയിങ് എയർക്രാഫ്റ്റിന്റെ ഓർഡർ ഖത്തർ റദ്ദാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ റിറ്റാലിയേഷൻ അഥവാ ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഖത്തറിന് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അമേരിക്ക അതിനൊരു മൗനാനുവാദമോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു റിറ്റാലിയേഷൻ പെർമിഷനോ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഖത്തർ ബോയിങ്ങിന്റെ ഓർഡർ റദ്ദാക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറബ് ലീഗ് സമ്മിറ്റ് നടക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. ഗാസയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുതുര അറ്റാക്കാണ്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ അറ്റാക്ക് ഒന്നുമില്ല, നിരനിരയായിട്ട് ബിൽഡിങ്ങുകളൊക്കെ അടിച്ചങ്ങ് വീഴ്ത്തുകയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവാക്വേഷൻ ഓർഡർ അഥവാ ലീഫ്ലെറ്റുകൾ പണ്ട് തൊട്ടേ എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പലർക്കും ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യുന്ന അവസ്ഥയിൽ ലീഫ്ലെറ്റുകൾ എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ ജനങ്ങൾ ഇറങ്ങി പോകാൻ തയ്യാർ. അവരൊക്കെ ഫ്ലാറ്റിൽ അവരുടെ ഡേ ടു ഡേ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ബോംബിൽ തകർന്ന് വീഴുന്നതാണ് ഈ ഫ്ലാറ്റ്. അത് ഞാൻ വെച്ചിരിക്കുന്ന വീഡിയോയിൽ പലതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു സ്ട്രൈക്കിൽ തകർന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത് ഗാസയ്ക്കുള്ളിൽ ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ആ സ്ഥിതിഗതികൾ അങ്ങനെ ഇരിക്കെ ഞാനിപ്പോൾ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിയതിന് ഇതിനകത്തൊരു വൈറ്റ് കളർ ആരോ മാർക്ക് 2 ഡയറക്ഷനിൽ കിടപ്പുണ്ട്. ഒന്ന് ഗാസ സിറ്റിയുടെ ഭാഗത്ത് ഒരു വൈറ്റ് ആരോ മാർക്ക് കിടപ്പുണ്ട്. ഗാസ സിറ്റിയിൽ നിന്നും സൗത്തിലോട്ടൊരു വൈറ്റ് കളർ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഈ രണ്ടും തന്നെ ഇവാക്വേഷൻ റൂട്ടാണ്. ഈ ഇവാക്വേഷൻ റൂട്ടിലൂടെ ഇതേപോലെയാണ് ആൾക്കാർ പലായനം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ വെച്ചിട്ടുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. തുടരെ ആൾക്കാർ പലായനം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിലവിലെ ഗാസയിലെ അവസ്ഥ. ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഇന്നലെ ഇസ്രായേലി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഗാസയ്ക്കുള്ളിലേക്ക് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് വിടണ്ട എന്നുള്ള നിലപാടെടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ ബന്ദിമോചനം നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഗാസയ്ക്കുള്ളിലേക്ക് ഈ എയ്ഡ് സപ്ലൈ ഇനി വേണ്ട, അത് നിർത്തുക എന്ന് പറയുന്നില്ല. നസറേത്ത് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എയ്ഡ് സപ്ലൈ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ എയ്ഡുകളും സൗത്ത് സൈഡിലേക്ക് മാറ്റുകയാണ്. ഈജിപ്തിൽ ആ സൈനായ് ഡെസർട്ടിന്റെ ഭാഗത്ത് തന്നെ ഈ ആൾക്കാരെ കൊണ്ട് പാർപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിപ്പോൾ നിലവിലെ ആൾക്കാർ മൊത്തം ഈ ഇറങ്ങി വരുന്ന ആൾക്കാർ മൊത്തം തിങ്ങി പാർക്കുന്നത് അൽമവൈസി എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലാണ്. അൽമവൈസി എന്ന് പറഞ്ഞ ഏരിയ ശരിക്കും സദൻ ഗാസ ഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ ആൾക്കാർ തിങ്ങി പാർക്കുന്നത്. UN ഓൾറെഡി തന്നെ റെഡ് അലേർട്ടും റെഡ് കാർഡൊക്കെ പൊക്കി തുടങ്ങിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും തന്നെ ഇസ്രായേൽ ഈ ചെവി കൂടെ പോലും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയും എന്നെങ്കിലും പറയാം. ഇസ്രായേൽ ഒരു ചെവിയിലും കേട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ആ രീതിയിൽ പുച്ഛമാണ് ഈ UN സ്റ്റേറ്റ്മെന്റുകളെ തള്ളിക്കളയുന്നത്. അവജ്ഞയോട് തന്നെയാണ് തള്ളിക്കളയുന്നത് ഇസ്രായേൽ. ഒരു വാലിഡിറ്റിയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവാക്വേഷൻ ഓർഡർ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്ത് നിന്നെല്ലാം ആൾക്കാർ ഒഴിപ്പിക്കുന്നുണ്ട്, ലീഫ്ലെറ്റുകൾ ഇടുന്നു എന്നുള്ളത് വീഡിയോ സഹിതം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് ബോംബ് വീഴും. ആ സ്ഥിതിയിലാണ് ആൾക്കാർ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടിരിക്കുന്നത്. എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നോട്ടീസ് കൊടുത്താണ്. അതിനനുസരിച്ച് ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ തിടുക്കിട്ട് പോകുന്ന ആൾക്കാരുടെ രംഗമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഖത്തറിൽ നടത്തിയ അറ്റാക്കിൽ ഹമാസിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് മരണപ്പെട്ടത്. ഒരേ ഒരു ഖത്താരി സെക്യൂരിറ്റി ഓഫീസർ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഹമാസ് സംഘടനയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പക്ഷേ ആ ഒരു ആക്രമണം ശരിക്കും ഭീതി ഉണ്ടാക്കിയത് ഗാസയ്ക്കുള്ളിലെ ഹമാസ് പ്രവർത്തകർക്കാണ്. ഇപ്പൊ ഗാസയ്ക്കുള്ളിലെ ഹമാസ് പ്രവർത്തകരായിട്ടുള്ള എല്ലാ ഓഫീസേഴ്സും, അതായത് ഗാസയിലെ കുറച്ച് ഗവൺമെന്റ് പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറച്ച് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാം തന്നെ എനിക്ക് ഗാസയിൽ നിന്ന് പുറത്തു പോകാൻ പെർമിഷൻ വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇസ്രായേൽ തട്ടിക്കളയും, അതുകൊണ്ട് ഞങ്ങളെ പുറത്തു വിടൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ പെർമിഷൻ കൊടുക്കുന്നില്ല, എല്ലാം റിജക്റ്റഡ് ആണ്. ഇതാണ് സംഭവം. ഈ അൻവർ അത്തല്ല എന്ന് പറഞ്ഞ വ്യക്തി ഗാസ സിറ്റി കൗൺസിൽ മെമ്പറാണ്. പുള്ളിയുടെ ഫാമിലിയുമായിട്ട് രക്ഷപ്പെട്ടു പോയി, നാട് വിട്ട് കഴിഞ്ഞു. അവിടുത്തെ സിവിലിയൻസിനെ അവതാളത്തിലാക്കിയിട്ട് ഇവരെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന ഈ ടീമുകളാണ് ഇതെല്ലാം. അല്ലാതെ ഇവരാരും തന്നെ സ്വന്തം ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മുൻനിരയിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരല്ല. അതൊക്കെ വെറും നാടകങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഹമാസിന്റെ ഒരു മിനിസ്റ്റർ
മുഹമ്മദ് അൽ മദൂൻ, ഈ മുഹമ്മദ് അൽ മദൂനും അയാളുടെ എൻറ്റയർ ഫാമിലിയും ഞങ്ങൾക്ക് ഗാസ വിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്, ഈ എൻറ്റയർ ഫാമിലി എന്ന് പറഞ്ഞാൽ 10-100 വരും കേട്ടോ, അല്ലാതെ 4-5 പേരെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പം അങ്ങനെ ഗാസ വിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അത് ഡിനൈ ചെയ്തിരിക്കുകയാണ്. ഇസ്മായിൽ അൽ അഷ്കർ, അയാളും അയാളുടെ കുടുംബത്തോട് പുറത്തു പോകണം എന്നാണ് പറയുന്നത്. എന്നെ ഗാസയിൽ നിന്ന് വിടൂ എന്നാണ് പറയുന്നത്. റിക്വസ്റ്റ് ഡിനൈഡ് ആണ്. പുള്ളി ഹമാസിന്റെ ഫോറിൻ റിലേഷൻസ് ഡീൽ ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ അല അൽദിൻ അൽബത്ത, ഇയാൾ ഹെഡ് ഓഫ് ഹമാസ് കമ്മിറ്റിയാണ്. ഇയാളും ഇയാളുടെ കുടുംബത്തോടു കൂടി ഞാൻ എനിക്ക് ഗാസയിൽ നിന്ന് പുറത്തു പോകണം എന്നാണ് ഇപ്പോൾ കാല് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെയും വിടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇതിൽ ഒരുത്തം മാത്രം ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ട്, അവൻ ഒരു പക്ഷേ അപേക്ഷിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയോ രായ്ക്ക് രാമായണം രക്ഷപ്പെട്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ 11 ഹമാസ് പ്രവർത്തകരെ വധിച്ചതായിട്ട് വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡെവലപ്മെന്റ്സ് വരുമ്പോഴത്തേക്കും അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.